ഇസ്രായേലിനോട് മുട്ടാൻ ഞങ്ങളില്ല. ഒടുവിൽ സിറിയയിലെ വിമത സഖ്യത്തിൻ്റെ നേതാവ് താണുകേണ് കരഞ്ഞ് മാപ്പിരെന്ന് പറയുകയാണ്. ഇനിയും ഞങ്ങളെ ആക്രമിക്കരുത്. സിറിയയുടെ പരമാധികാരത്തെ ഇസ്രായേൽ മാനിക്കണം. സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഞങ്ങൾ ഭരണമേറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിറിയയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സമാധാനത്തിനുമായി ഞങ്ങൾ ഇനി പണിയെടുക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ ഇനി ആക്രമിക്കരുത്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല. ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി യാചിക്കുകയാണ് സിറിയയിലെ പുതിയ വിമത സർക്കാർ. ഇസ്ലാമിക് സ്റ്റേറ്റിന് സ്വാധീനമുള്ള തുർക്കിയുടെ പിന്തുണയുള്ള HTSും അതുപോലെ തന്നെ അൽ-ഖ്വയ്ദയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയുമൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിനോട് കെഞ്ചുന്നത്, കേഴുന്നത്. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഞായറാഴ്ച രാത്രിയും സിറിയയിലേക്കുണ്ടായിരുന്നു. 5 മണിക്കൂറിനിടെ സിറിയയിലെ 61 കേന്ദ്രങ്ങളെയാണ് ഇസ്രായേലി വ്യോമസേന ആക്രമിച്ച് തകർത്തത്. തീര മേഖലകളായ ലഡാക്കിയ, ടാർട്ടസ്, ബജഹ് എന്നിവിടങ്ങളിലാണ് ഇസ്രായേലി സേനയുടെ ആക്രമണമുണ്ടായത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വൻ ആയുധ ശേഖരങ്ങൾ സിറിയൻ സൈന്യം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് IDFിൻ്റെ ആക്രമണം വ്യാപകമായി ഈ മേഖലകളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് IDF വീണ്ടും വീണ്ടും സിറിയയെ ആക്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ലോകത്തുയരുന്നത്. അതിന് വ്യക്തമായ മറുപടി ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. സിറിയ ഒരു ആയുധ കൂമ്പാരമാണ്. സിറിയയുടെ മണ്ണിൽ മീറ്ററുകൾക്ക് താഴെ പോലും വലിയ ആയുധ ശേഖരം കുഴിച്ചിട്ടിരിക്കുന്നു. ഇത് ഇറാൻ്റെ ബുദ്ധിയാണ്. ഇത് ഹിസ്ബുള്ളയ്ക്ക് നൽകാനുള്ള സിറിയയുടെ പദ്ധതിയായിരുന്നു. സിറിയ ആയുധ കച്ചവടത്തിൻ്റെയും മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയും ഒരു ഇടനില കേന്ദ്രമായിരുന്നു. ലോകത്ത് ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്നതിൽ, ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നും പണവും എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഇടനിലക്കാരായി പ്രവർത്തിച്ചത് സിറിയയാണ്. സിറിയയിലേക്ക് പണമൊഴുകിയത് ഇറാനിൽ നിന്നാണ്. ഇറാൻ്റെ ചട്ടുകമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അസദ് ഭരണകൂടം പ്രവർത്തിച്ചത്. അപ്പോൾ ഇനിയും വമ്പൻ ആയുധ ശേഖരങ്ങൾ പലയിടങ്ങളിലായി ഒളിച്ചിട്ടിരിപ്പുണ്ട്. ആ ആയുധങ്ങൾ ലോകത്തെ ഇസ്ലാമിക ഭീകരർക്ക് ഒരിക്കലും ലഭിക്കരുത്. ഇതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് സിറിയയിലേക്ക് വീണ്ടും തുടർച്ചയായി ഇസ്രായേലി സേന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ആയുധ ശേഖരമുണ്ടോ, എത്ര താഴെ എത്ര പാതാളത്തിൽ ഒളിപ്പിച്ചു വച്ചാലും ആ ആയുധങ്ങൾ മാന്തി തുരന്നു പുറത്തിട്ട് കത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ സിറിയയ്ക്ക് നേരെ ഞായറാഴ്ച രാത്രി ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ സിറിയയുടെ ഭരണം പിടിച്ച HTS എന്ന സായുധ വിപ്ലവ സംഘടനയുടെ വിമത സേനയുടെ തലവൻ മുഹമ്മദ് ജൊലാനി പറഞ്ഞിരിക്കുന്നു, ദയവ് ചെയ്ത് ഞങ്ങളെ ആക്രമിക്കരുത്. സിറിയയെ ആക്രമിച്ചതുകൊണ്ട് ഇനി ഇസ്രായേലിന് എന്ത് നേട്ടം? സിറിയയിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, സിറിയയിലെ കഷ്ടപ്പെടുന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ പരമാധികാരത്തിലേക്ക് നിങ്ങൾ കയറി മേയരുത്. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാനില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ അസദ് ഭരണകൂടത്തോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇനിയും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കാതെ, ഞങ്ങളെ ദ്രോഹിക്കാതെ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇതാണ് അഹമ്മദ് ജൊലാനി പറഞ്ഞത്. സിറിയയിലെ അധികാരം പിടിച്ചതിന് പിന്നാലെ, അസദ് സർക്കാർ നിലം പൊത്തിയതിന് പിന്നാലെ ഈ തരത്തിലായിരുന്നില്ല ജൊലാനിയുടെ പെരുമാറ്റവും സംസാരവും. അന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയായിരുന്നു ജൊലാനി. അന്ന് വെല്ലുവിളിച്ച ജൊലാനി ഇന്ന് ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പുകയാണ്. സ്വന്തം സർക്കാരിനെ നിലനിർത്താൻ, സിറിയയിലെ അട്ടിമറി ഭരണകൂടത്തെ നിലനിർത്താൻ ഇസ്രായേലിൻ്റെ സഹായം തേടണം. ഇസ്രായേലിൻ്റെ സഹായം വേണം. ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കരുത്. ഞങ്ങളെ ഇനി ഒന്നും ചെയ്യരുത്. ഞങ്ങളിനി ആ ഭാഗത്തേക്ക്, ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത്. അസദ് സർക്കാർ നിലം പതിച്ചതിന് പിന്നാലെ തന്നെ 2 തവണ സിറിയയെ ഇസ്രായേൽ വ്യോമമാർഗത്തിലൂടെ ആക്രമിച്ചിരുന്നു. 48 മണിക്കൂറിനിടയിൽ നടന്നത് 350-ലധികം ആക്രമണങ്ങൾ. സകലമാന ആയുധ കേന്ദ്രങ്ങളും സിറിയയിലേത് ആക്രമിക്കപ്പെട്ടു. സിറിയയുടെ ആയുധശേഷിയുടെ 80 മുതൽ 85% വരെ പാടെ തകർന്നു എന്നുള്ളത് അന്ന് പുറത്തു വന്ന വാർത്തകളാണ്. എന്നിട്ടും ഇസ്രായേൽ വിട്ടില്ല.
ശനിയാഴ്ച സിറിയയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ടണലുകളിൽ ഡമാസ്കസിന് സമീപമുള്ള പർവ്വതങ്ങൾക്ക് താഴ്വാരത്ത് കുഴിച്ചിട്ട നിലയിൽ വൻതോതിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സൈന്യം ആ മേഖലയിലേക്ക് ആക്രമണം നടത്തി. ഇറാൻ്റെ അധീനതയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ കീഴിലുള്ള സ്ട്രാറ്റജിക് ടണലിലേക്കാണ് അന്ന് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. വൻതോതിലുള്ള ആയുധങ്ങൾ അന്ന് തകർത്തു. അതിന് പിന്നാലെ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഞായറാഴ്ച രാത്രി 5 മണിക്കൂർ നീണ്ട ആക്രമണം. 5 മണിക്കൂറിനിടയിൽ 65 കേന്ദ്രങ്ങളിലേക്ക് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. 65 കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട ആയുധ കലവറകൾ തന്നെയായിരുന്നു. അങ്ങനെ സിറിയയെ പൂർണ്ണമായും ഉഴുതുമറിക്കുകയാണ് ഇസ്രായേലി സേന. സിറിയയുടെ നെഞ്ചകം പിളർത്തിയുള്ള സ്ഫോടനങ്ങൾ, സിറിയയ്ക്കുള്ളിൽ അങ്ങോളം ഇങ്ങോളം തലങ്ങും വിലങ്ങും ആക്രമണങ്ങൾ. സിറിയയെ കീറി മുറിക്കുകയാണ് ഇസ്രായേൽ. സിറിയയെ കീറി മുറിച്ച് ഉള്ളിലുള്ള ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. അതിനുശേഷം സിറിയയെ എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ തന്നെ തീരുമാനിക്കും. തുർക്കി അനുകൂല സുന്നി സംഘടനയായ ഫൈലാഹ് അൽ ഷാമിലെ അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2 ആഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം കഴിഞ്ഞ 11-നാണ് അസദ് സർക്കാരിനെ മലർത്തിയടിച്ച് പുറത്താക്കി വിമതസേന ഡമാസ്കസിൻ്റെ നിയന്ത്രണം പിടിച്ചത്. 2 ആഴ്ചയോളം നീണ്ട ഒടുവിൽ സിറിയ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുകയാണ്. സ്കൂളുകളും കോളേജുകളും തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മാത്രം ഒരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസദ് സർക്കാർ നിലംപതിച്ചതിന് പിന്നാലെ അതിർത്തി വഴി 7600-ലധികം സിറിയക്കാർ മടങ്ങിയെത്തിയതായുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. അസദ് ഭരണകൂടത്തിൻ്റെ തേർവാഴ്ചയിൽ മനംനൊന്ത് നിൽക്കക്കള്ളിയില്ലാതെ സിറിയ വിട്ടവരാണിപ്പോൾ മടങ്ങിയെത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം. എന്തുകൊണ്ടാണ് IDF വീണ്ടും വീണ്ടും സിറിയയെ ആക്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ലോകത്തുയരുന്നത്. അതിന് വ്യക്തമായ മറുപടി ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. സിറിയ ഒരു ആയുധക്കൂമ്പാരമാണ്. സിറിയയുടെ മണ്ണിൽ മീറ്ററുകൾക്ക് താഴെ പോലും വലിയ ആയുധശേഖരം കുഴിച്ചിട്ടിരിക്കുന്നു. ഇത് ഇറാൻ്റെ ബുദ്ധിയാണ്. ഇത് ഹിസ്ബുള്ളയ്ക്ക് നൽകാനുള്ള സിറിയയുടെ പദ്ധതിയായിരുന്നു. സിറിയ ആയുധ കച്ചവടത്തിൻ്റെയും മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയും ഒരു ഇടനില കേന്ദ്രമായിരുന്നു. ലോകത്ത് ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്നതിൽ, ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നും പണവും എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഇടനിലക്കാരായി പ്രവർത്തിച്ചത് സിറിയയാണ്.